ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പോൾ നമ്മുടെ NCERT റിവിഷൻ സീരീസും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഉള്ള മനസ്സിലുള്ള ഒരു ധാരണയാണ്, ഒരുവിധം എല്ലാ ആസ്പിരൻസിനും ബയോളജി കുഴപ്പമില്ല, എനിക്ക് സെറ്റാണ്, എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും, നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും, എല്ലാവർക്കും കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റുമാണ്. ദാറ്റ് ഈസ് വെരി ഗുഡ്, ബിക്കോസ് 50% വെയിറ്റേജ് ബയോളജിക്കാണ്. അപ്പോൾ ബോട്ടണിക്ക് സുവോളജിക്ക് നിങ്ങൾ നല്ല മാർക്ക് മേടിച്ചാൽ തന്നെ നിങ്ങളുടെ ടോട്ടൽ റാങ്കും സ്കോറും ഒക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആകും. നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ എന്ന് വെച്ചിട്ട് നമുക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റ് ആണെന്ന് വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഭയങ്കര സ്പീഡിലൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്തു പോകും. അപ്പോൾ ചില സില്ലി മിസ്റ്റേക്സ് നമ്മൾ വരുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ചിലപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ വിത്തിൻ സെക്കൻഡ്സ് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് 2 or 3 ടൈംസ് റീഡിങ് വേണം. അതേപോലെ ഒരുപാട് ശ്രദ്ധയോടെ നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് കറക്റ്റ് സൊല്യൂഷൻ കിട്ടുകയുള്ളൂ. സോ ഈ വർഷത്തെ എക്സാമിന് നമുക്ക് ബയോളജിക്ക് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും നിങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തായിരിക്കും ചിലപ്പോൾ സോൾവ് ചെയ്യുന്നത്. പക്ഷേ ദിസ് ടൈം പ്ലീസ് മേക്ക് ഷുവർ ഫോർ ബയോളജി ഓൾസോ യു ഗിവ് ഇനഫ് ടൈം. നല്ലപോലെ സമയമെടുത്ത് ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസർ ചെയ്യുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പോവുക, പെട്ടെന്ന് ചെയ്ത് പോകാതെ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്, നമുക്ക് ചെറിയ കൺഫ്യൂഷൻസ് വരാറുണ്ട്. അപ്പോൾ ആ 2-3 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാൻ പോസിബിലിറ്റി ഉണ്ടെന്നുള്ളൊരു ഐഡിയ തരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ: a plant that has 10 flowers, each with 10 stamens. In each microsporangium of every stamen of all the flowers, there are 30 microspore mother cells. How many pollen grains are formed from that plant? നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താ? വലിയ കഥയൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? എത്ര പോളൻ ഗ്രെയിൻസ് ആണ് ആ പ്ലാന്റിൽ നിന്നും ഫോം ചെയ്തിരിക്കുന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? ഇത് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. നമ്മളിങ്ങനെ ഭയങ്കര വലിയതായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നൊന്നും വേണ്ട. ബിക്കോസ് നമുക്കിത് ഭയങ്കര സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. ഭയങ്കര ഒരുപാട് സമയമൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കെയർഫുൾ ആയിട്ട് നമ്മൾ ഫാക്ട്സ് മനസ്സിലാക്കി അത് എഴുതി വെച്ച് സോൾവ് ചെയ്യുന്ന രീതിയിൽ നമുക്കിത് പെട്ടെന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു പ്ലാന്റിൽ 10 ഫ്ലവർ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഒരു ഫ്ലവർ ഹാസ് 10 സ്റ്റേമൻസ് അല്ലേ? അപ്പോൾ 10 ഫ്ലവേഴ്സിനോ 10 ഫ്ലവേഴ്സ് ഉള്ള ഈ ചെടിക്ക് 100 സ്റ്റേമൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതേപോലെ ഒരു സ്റ്റേമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ആന്തറാണ് അല്ലേ? ഒരു സ്റ്റേമന് ആന്തറും ഫിലമെന്റും ഉണ്ട്. അപ്പം ഒരു ആന്തറിൽ നമുക്ക് 4 പോളൻ സാക്ക് ഉണ്ട് അല്ലേ മക്കളെ? അപ്പോൾ 100 സ്റ്റേമന് സിമ്പിളായിട്ട് ഇത് ഇങ്ങനെ അങ്ങ് സോൾവ് ചെയ്ത് പോവാം അല്ലേ? ഒരുപാടൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. 100 ആന്തർ ഉണ്ട്. 100 ആന്തറിൻ്റെ ഉള്ളിൽ 100 × 4 400 പോളൻ സാക്കായില്ലേ? അപ്പോൾ അതും നമുക്ക് കിട്ടി. ഇനി ഇവർ പറയുന്നത് ഒരു പോളൻ സാക്കിൻ്റെ ഉള്ളിൽ എത്ര മൈക്രോസ്പോർ മദർ സെല്ലാ? 30 മൈക്രോസ്പോർ മദർ സെല്ലുണ്ട്. അപ്പം 400 പോളൻ സാക്കിൻ്റെ ഉള്ളിലോ എത്ര മൈക്രോസ്പോർ മദർ സെല്ലുണ്ട്? 30 × 400 12,000 മൈക്രോസ്പോർ മദർ സെല്ലും ഉണ്ട് അല്ലേ? പിന്നെ നമ്മളോട് ചോദിക്കുന്നത് എന്താ? എത്ര പോളൻ ഗ്രെയിൻസ് ആണ് ഇതിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പോൾ ഒരു മൈക്രോസ്പോർ മദർ സെല്ല് നമുക്ക് 4 പോളൻ ഗ്രെയിൻസിനെ തരും അല്ലേ? 4 മെയിൽ ഗാമറ്റോഫൈറ്റിനെ തരും. കാരണം എന്താണ്? നമുക്ക് മൈക്രോസ്പോർ മിയോസിസ് നടക്കുന്നു, മൈക്രോസ്പോർ ടെട്രായ്ഡ് കിട്ടുന്നു, അതിൽ നിന്നാണ് 4 പോളൻ ഗ്രെയിനെ കിട്ടുന്നത്. അപ്പോൾ 12,000 മൈക്രോസ്പോർ മദർ സെല്ല് നമുക്ക് എത്ര എണ്ണത്തിൽ തരും? 12,000 × 4 ദാറ്റ് ഈസ് 48,000 അല്ലേ? 48,000 എന്തിനെ കിട്ടും നമുക്ക്? 48,000 നമ്മളുടെ പോളൻ ഗ്രെയിൻസിനെ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഭയങ്കര സിമ്പിളായിട്ട് സോൾവ് ചെയ്തില്ലേ? യെസ്. അപ്പോൾ ഇതിലധികം കൺഫ്യൂസ്ഡ് ആവാനൊന്നുമില്ല അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് വരിക? കറക്റ്റ് ആൻസർ വിൽ ബി ഹൗ മെനി പോളൻ ഗ്രെയിൻസ് ആർ ഫോം ഫ്രം ദാറ്റ് പ്ലാൻ? ഓപ്ഷൻ 4 48,000. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇൻ മസിൽസ്, ഇത് നമ്മുടെ റെസ്പിറേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻ മസിൽസ് ഫ്രം 3 molecules of glucose 2 are completely oxidized and 1 is incompletely oxidized because അവിടെ ഒരു anaerobic condition ഉണ്ടായിരുന്നു. Then
വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് ടോട്ടൽ NAD+ മോളിക്യൂൾസ് യൂട്ടിലൈസ്ഡ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുക? അതായത് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3 ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഉണ്ട്. അതിൽ 2 പേര് എയറോബിക് റെസ്പിറേഷൻ നടത്തി. കംപ്ലീറ്റ് ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എയറോബിക് റെസ്പിറേഷൻ ആണ് അല്ലേ? കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടത്തി. ഒരാൾ അനേറോബിക് ആണ്. അനേറോബിക് എന്ന് പറയുമ്പം ഇവിടെ നടത്തിയിരിക്കുന്നത് ഫെർമെൻറ്റേഷൻ ആണ്. അപ്പം നമുക്കൊരു കാര്യം അറിയാം, മാക്സിമം എനർജി ഗെയിൻ ചെയ്യുന്നത് എയറോബിക് റെസ്പിറേഷൻ ആണ്. 38 ATP കിട്ടും. ഇവിടെ ആകെ 2 ATP മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ അല്ലേ? അതേപോലെ തന്നെ അവിടെ നമുക്ക് കാരണം ഇവിടെ ഫെർമെൻറ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഗ്ലൈക്കോലൈസിസ് കഴിയുമ്പം ഗ്ലൂക്കോസിൽ നിന്നും നമുക്ക് പൈറുവേറ്റ് കിട്ടുമ്പോൾ അവിടെ 2 ATPയും 2 NADH2 ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അനേറോബിക് റെസ്പിറേഷനിൽ ആ NADH2നെയും കൂടെ അങ്ങോട്ട് എടുക്കും, യൂട്ടിലൈസ് ചെയ്യും അല്ലേ? അപ്പോൾ ആകെ ഇവർക്ക് 2 ATP മാത്രമേ ഇവിടെ ബാക്കി കിട്ടുന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ? വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോസസ്സ് ഒന്നും അല്ല അത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന അനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? എത്ര NAD+ മോളിക്യൂൾസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, കൺസ്യൂം ചെയ്തിട്ടുണ്ട്. NAD+ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഹൗ മെനി പ്ലേസസ് NADH2 ഈസ് ഫോംഡ് അല്ലേ ഇൻ ദിസ് പ്രോസസ്, ഇൻ ദ കംപ്ലീറ്റ് ഓക്സിഡേഷൻ. അതാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് കൗണ്ട് തരിക അല്ലേ? അപ്പോൾ 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് തരുന്നത് 2 മോളിക്യൂൾസ് ഓഫ് പൈറുവേറ്റ് ആണ്. isn't it? ഇവിടെ നമുക്ക് എന്ത് റിമൂവ് ആകുന്നുണ്ട്? ഒരു NADH2 ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ആദ്യത്തെ NAD+ ഇവിടെ കിട്ടി നമുക്ക്. isn't it? യെസ്, 2 NADH2 ആണ് അല്ലേ? അപ്പോൾ 2 NAD+ നമുക്ക് ഇവിടെ കിട്ടി. യെസ്. പിന്നെ നമ്മൾ നേരെ പിന്നെ പോകുന്നത് ഇങ്ങോട്ടേക്കാണ്. നമ്മൾ പൈറുവേറ്റ് നേരെ ഇനി എന്തായിട്ട് മാറും? അസറ്റൈൽ കോയെ ആയിട്ട് മാറും ത്രൂ ലിങ്ക് റിയാക്ഷൻ. അസറ്റൈൽ കോയെ ആയിട്ട് മാറുമ്പോഴും ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ആകുന്നുണ്ട്. ആൻഡ് ഓൾസോ വി ആർ ഗെറ്റിംഗ് 2 NADH2. ദാറ്റ് മീൻസ് 2 NAD+ ഇവിടെയും യൂട്ടിലൈസ്ഡ് ആവും. isn't it? യെസ്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് അസറ്റൈൽ കോയെ TCA സൈക്കിളിലേക്കാണ് കയറുന്നത്. അത് സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? സിട്രിക് ആസിഡിൽ നിന്ന് നമുക്ക് ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ് കിട്ടുന്നുണ്ട്. ആ സമയത്ത് ഇവിടെയും നമുക്ക് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു NADH2 ഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെയും ഒരു NAD+ യൂട്ടിലൈസ്ഡ് ആയി. isn't it? Then comes സക്സീനിക് ആസിഡ്. സക്സീനിക് ആസിഡ് ഫോം ചെയ്യുന്ന സമയത്തും NADH2 ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. സോ അവിടെയും ഒരു NAD+. isn't it? പിന്നെ സക്സീനിക് ആസിഡിൽ നമുക്ക് കിട്ടുന്നത് ഫ്യൂമറേറ്റ് ആണ്. ഫ്യൂമറേറ്റിൽ നിന്നും മാലിക് ആസിഡ് അല്ലെങ്കിൽ മാലേറ്റിൽ നിന്നും ഓക്സാലോ അസറ്റേറ്റ്. പിന്നീടാണ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ട, ഇവിടെ നിന്ന് ഫോം ചെയ്യപ്പെട്ട NADHും FADH2 ഒക്കെ കൂടി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് കയറുന്നത്. അപ്പോൾ മാലേറ്റിൽ നിന്നും ഓക്സാലോ അസറ്റേറ്റ് കിട്ടുമ്പോഴും ഇവിടെയും എന്താകുന്നുണ്ട്? ഒരു NADH2 ഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് NAD+. ബേസിക്കലി എവിടെയൊക്കെ ഈ എയറോബിക് റെസ്പിറേഷനിൽ NAD+ ഫോം ചെയ്യുന്നുണ്ട്, ബേസിക്കലി അതാണ് എത്ര എണ്ണം ഫോം ചെയ്യുന്നുണ്ട്, അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ അല്ലേ? യെസ്. അപ്പോൾ അതെല്ലാം നമ്മൾ നോട്ട് ചെയ്തു. ഇനി നമ്മൾക്ക് ഇതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കിട്ടുന്നത് 2 മോളിക്യൂൾസ് ഓഫ് പൈറുവേറ്റ് ആണ്, 2 മോളിക്യൂൾസ് ഓഫ് അസറ്റൈൽ കോയെ ആണ്. അപ്പോൾ ഇതെല്ലാം 2 ആണ് അല്ലേ? പിന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിലേക്ക് പോകുമ്പം അവിടെ ഇവരെ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്സിഡേഷൻ ആണ് നടക്കുന്നത് ഓഫ് NADH2 ആൻഡ് FADH2. ദാറ്റ് മീൻസ് ദർ ഈസ് നോ യൂട്ടിലൈസിങ് ഓഫ് NAD+ ഇൻവോൾവ് ദർ. isn't it? യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 NAD+നെ ഗ്ലൈക്കോലൈസിസ് കഴിയുമ്പോൾ, പിന്നെ 2 NAD+നെ അസറ്റൈൽ കോയെ ഫോം ചെയ്യുമ്പോൾ, അതായത് ലിങ്ക് റിയാക്ഷനിൽ, അപ്പോൾ നമുക്ക് 4 NAD+ കിട്ടിയില്ലേ? ബാക്കി TCA സൈക്കിളിൽ നോക്കുമ്പോൾ 3 സ്ഥലങ്ങളിൽ 1, 2, 3 അവിടെ 3 സ്ഥലങ്ങളിൽ NAD+നെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 മോളിക്യൂൾ ഓഫ് അസറ്റൈൽ കോയെയാണ് കയറുന്നത് നമുക്കറിയാം. അപ്പോൾ 2 മൾട്ടിപ്ലൈഡ് ബൈ 3 ദാറ്റ് ഈസ് 6 അല്ലേ? അപ്പോൾ ഇവിടുത്തെ 4 NAD+ പ്ലസ് അവിടുത്തെ 6 NAD+ നമുക്ക് 10 NAD+ ആണ് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂള് കംപ്ലീറ്റ്ലി ഓക്സിഡൈസ് ആകുമ്പോൾ യൂട്ടിലൈസ്ഡ് ആണ്. ക്വസ്റ്റ്യനിൽ 2 പേര് കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടത്തി, ഒരാൾ
ഇൻകംപ്ലീറ്റ് ആണ്, അനേറോബിക് റെസ്പിറേഷൻ ആണ് ചെയ്തത്. അതുകൊണ്ട് അവിടെ നമുക്ക് NAD+ന്റെ യൂട്ടിലൈസേഷൻ ഒന്നും ഇല്ല അല്ലേ. NADHനെ കംപ്ലീറ്റ്ലി അവർ യൂസ് ചെയ്ത് കഴിഞ്ഞു. സോ ദാറ്റ് മീൻസ് വാട്ട് ചിൽഡ്രൻ? യെസ്, ദാറ്റ് മീൻസ് 10 multiplied by 2, 10 plus 10, 20 ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് NAD+ മോളിക്യൂൾസ് യൂട്ടിലൈസ്ഡ് വിൽ ബി ഓപ്ഷൻ 2, ദാറ്റ് ഈസ് 20. നിങ്ങൾക്ക് എല്ലാവർക്കും കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും സമയം എടുക്കുമോ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ? ഇല്ല. നമ്മൾക്ക് കോൺസെപ്റ്റ് അറിയുമെങ്കിൽ നമ്മളുടെ മനസ്സിൽ തന്നെ സീരീസ് ആയിട്ട് നമ്മൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ റിയാക്ഷൻ നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നമ്മുടെ പോളൻ ഗ്രെയിനിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ബി പോളൻ ടാബ്ലറ്റ്സ് ഷുഡ് എ പേഴ്സൺ കൺസ്യൂം പെർ ഡേ? അപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കും, മിസ് ഇത് NCERT എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഷോ മീ വേർ ഇറ്റ് ഇസ് മെൻഷൻഡ്. NCERT ബേസ്ഡ് ആയിട്ട് മാത്രം ക്വസ്റ്റ്യൻ വരുന്നല്ലേ മിസ് പറഞ്ഞിരിക്കുന്നത്, പിന്നെ എന്താണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നത് അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ NCERTനെ ബിറ്റ്വീൻ ദ ലൈൻസ് അല്ലേ, എവറി കോർണർ, എവറി ന്യൂക്ക് ആൻഡ് കോർണർ, എല്ലാ സ്ഥലങ്ങളും, ഒരു സ്ഥലം പോലും വിട്ടു പോവാതെ നമ്മൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? എത്ര പോളൻ ടാബ്ലറ്റ്സ് നല്ലതാണ്, ന്യൂട്രിയൻ വാല്യൂ ഉണ്ട് അല്ലേ, അവരെ മറ്റേ റേസ് ഹോഴ്സസും അത്ലറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്ര ടാബ്ലറ്റ് ഒരാൾ കൺസ്യൂം ചെയ്യണമെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അത് നമ്മുടെ NCERTയിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നമ്മുടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഫിഗർ 1.6 അല്ലേ, പോളൻ പ്രൊഡക്ട്സിനെ കുറിച്ച്. നമ്മളിത് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം, ബി പോളൻ ഫ്രം ഇംഗ്ലണ്ട് 30 tablets for 30 days. കണ്ട, 30 tablets for 30 days എന്ന് പറയുമ്പം ഒരാൾ ഒരു ദിവസം ഒരു ടാബ്ലറ്റ് അല്ലേ കഴിക്കേണ്ടത്? യെസ്, വാട്ട് ഐ എം സേയിങ് ഇസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമെന്നല്ല, പക്ഷെ വന്നിട്ടുണ്ടെങ്കിൽ we should be able to answer അല്ലേ. യെസ്, so this is also an NCERT based question. So how many bee pollen tablets should a person consume per day? It should be 1 per day, isn't it? സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. ഞാൻ ഇതൊക്കെ പറഞ്ഞതിൻ്റെ ഐഡിയ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ്, ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നാലും നമ്മളത് ആൻസർ ചെയ്യാൻ റെഡി ആയിരിക്കണം. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇഫ് ഇറ്റ് കംസ് വി ഷുഡ് ബി പ്രിപ്പയർഡ്, ഇസ്ന്റ് ഇറ്റ്? ബിക്കോസ് വി ഡോണ്ട് നോ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ NEET 2025. അപ്പം ഐ ഹോപ്പ് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ NCERT ബേസ്ഡ് ആയിട്ടുള്ള കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.